സുർജിത്ത്, ഇപ്പോൾ പോലീസിനെ നമുക്ക് കാണാം, സന്നദ്ധ പ്രവർത്തകരെ കാണാം, ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കൂടിയാലോചനകളും വിലയിരുത്തലുകളും നടക്കുന്നുണ്ട് തുടർ നടപടികളുടെ കാര്യത്തിൽ. പോലീസാണെങ്കിൽ ഇനി വാഹനങ്ങൾ ചുരത്തിലേക്ക് കയറുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നുണ്ട്. പുതിയ വിവരങ്ങൾ സുർജിത്ത്. റീജിത്ത്, കൂടുതൽ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് ട്രാക്ടർ അടക്കം കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പരമാവധി വേഗത്തിൽ തന്നെ ഇവിടെ നിന്നുള്ള മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യുക എന്നുള്ള നടപടിയാണ് നടക്കുന്നത്. ഇവിടെ നിന്നും PWDയുടെ സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്കാണ് സാധനങ്ങൾ മാറ്റുന്നത്. ഈ ചുരം ഉപയോഗിക്കുന്ന യാത്രക്കാർ പരമാവധി ഇതുവഴി വരരുത് എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് അടക്കം നൽകുന്നത്. കാരണം ഇത് അപകടാവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെ മാത്രം വൺ സൈഡ് വിടും. അതിനപ്പുറത്തേക്ക് വാഹനങ്ങൾ ഇവിടേക്ക് കയറി വരരുത് എന്നുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ഇതിന്റെ ഒരു സ്റ്റെബിലിറ്റി അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. എത്ര ഡെപ്തിലാണ് ഇതുണ്ടായിട്ടുള്ളത് എന്നുള്ളതിന്റെ സ്റ്റെബിലിറ്റി അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് നൽകിയ നിർദ്ദേശം അതാണ്. കാരണം വാഹനങ്ങൾ പരമാവധി ചുരം ഉപയോഗിച്ചുള്ള യാത്ര ഒഴിവാക്കണം. കാരണം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ് വാഹന ഗതാഗതം. അത്രയും വലിയ ഡെപ്തിലുള്ള അപകടമാണ്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് പാറകൾ, കൂറ്റൻ പാറകളും മരം കടപുഴകിയും പാറകൾ ചിതറിയും താഴേക്ക് പതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പൂർണ്ണമായും അത് മാറ്റണമെങ്കിൽ സമയമേറെ എടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ടി സിദ്ദീഖ് MLA ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടുത്തെ നിലവിലെ ഒരു പശ്ചാത്തലം, എന്താണ് നിലവിലെ ഒരു അവസ്ഥ, എന്താണ് നിർദ്ദേശം? ഒന്ന്, ഒരു വൺ വേ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള തൽക്കാലം വാഹനങ്ങൾ, അപ്പോൾ 9-ാം വളവിന്റെ അടുത്ത് കുറെ വാഹനങ്ങൾ, ബസ്സുകളൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. ആ കെട്ടിക്കിടക്കുന്നതായ വാഹനങ്ങളെ കയറ്റിവിട്ട് ആളുകളെ കയറ്റിവിടാനുള്ള നടപടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. മേലെ കൂടുതൽ വാഹനങ്ങളില്ല, അതെല്ലാം കുറ്റ്യാടി വഴി തിരിച്ചുവിട്ടു. അപ്പോൾ ഇത് കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും വാഹനങ്ങളെ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഇന്ന് രാത്രി ഒരു വാഹനവും ഇതുവഴി കടത്തിവിടില്ല. നാളെ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളതായിരിക്കുന്ന വിശദാംശങ്ങൾ മുഴുവൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ബാക്കി വരുന്ന സ്ഥലത്തുള്ളതായ പാറകളും കാര്യങ്ങളും പൊട്ടിച്ചെടുത്ത് പൂർണ്ണ ഗതാഗത യോഗ്യമാക്കിയുള്ളൂ. ഇതിനൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ മുണ്ടകൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ ഇതിന് തൊട്ട് താഴെ 9-ാം വളവിന്റെ മേലെ വളരെ മോശമല്ലാത്തതായ ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരു പൊട്ടലുണ്ടായി. അന്ന് ഒരു ചെറിയതായിരിക്കുന്ന തോട് പോലെ രൂപപ്പെട്ടു, പാറകൾ ഒഴുകി വന്നു. അതിനു മുമ്പേ ഒരു ബൈക്ക് യാത്രക്കാരൻ മരിച്ചു, കല്ല് വന്ന് അടിച്ചു വീണു. ഇപ്പൊ ഇത് മൂന്നാമത്തെയാണ്, റീസെന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ വലിയ ഇടിച്ചിലാണ്. ഈ ഇടിച്ചിലിന്റെ ഒരു ആഘാതം ചെറുതല്ല. സംസാരിക്കുകയാണ്.